ഒരാൾക്ക് വേണ്ടാത്തത് മറ്റൊരാളുടെ കയ്യിൽ വിലപ്പെട്ട സൃഷ്ടിയാകാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് എറണാകുളം കോതമംഗലം സ്വദേശി മണിയമ്മ. മണിയമ്മയ്ക്ക് ഉപയോഗശൂന്യമായ വസ്തുക്കൾ എന്ന ഒരു കാഴ്ചപ്പാടേയില്ല. എല്ലാ പാഴ്വസ്തുക്കൾക്കും മണിയമ്മ കലയുടെ നിറമണിക്കും. പാഴ്വസ്തുക്കൾ പലർക്കും വെറും മാലിന്യമായിരിക്കാം. പക്ഷേ പോത്താനിക്കാട് പുളിന്താനം സ്വദേശിനി മണിയമ്മ സോമന് അത് കലയുടെ നിറവും സൃഷ്ടിയുടെ സൗന്ദര്യവും നൽകുന്ന സമ്പത്ത് തന്നെയാണ്. മറ്റുള്ളവർ മാലിന്യമായി കരുതുന്ന പ്ലാസ്റ്റിക് കവറുകൾ, കുപ്പികൾ, മുട്ടത്തോട്, പേപ്പറുകൾ തുടങ്ങി ലഭിക്കുന്നത് എന്തും ഉപയോഗിച്ച് വീട് അലങ്കരിക്കുക എന്നതാണ് മണിയമ്മയുടെ ഹോബി. ആറുമാസം മുമ്പ് കയ്യിൽ കിട്ടിയ പ്ലാസ്റ്റിക് കൂടിൽ യാദൃശികമായി നടത്തിയ പരീക്ഷണത്തിൽ ഭംഗിയുള്ള പൂവുണ്ടായത് മുതലാണ് മണിയമ്മയ്ക്ക് ഇത് ഹോബിയായത്. സ്വന്തം വീട്ടിലെ പ്ലാസ്റ്റിക് കവറുകളും കുപ്പികളും തികയാതെ വന്നതോടെ അയൽ വീടുകളിൽ നിന്ന് വരെ മാലിന്യങ്ങൾ ശേഖരിച്ചു തുടങ്ങി. 6 മാസം മുമ്പ് യാദൃശികമായിട്ട് ഈ ഡൈനിങ് ടേബിളിൽ ഒരു പ്ലാസ്റ്റിക് കൂട് കിടന്നു. തൊട്ടടുത്ത് തന്നെ കത്രിക ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ പ്ലാസ്റ്റിക് കൂട് വെട്ടിയെടുത്തിട്ട് സെറ്റ് ചെയ്ത് നോക്കിയപ്പോൾ അതൊരു പൂവായിട്ട് മാറി. അപ്പം എന്നോട് എൻ്റെ ഭർത്താവ് പറഞ്ഞു, അത് കൊള്ളാമല്ലോ, അങ്ങനെയാണെങ്കിൽ നീ കുറെ കൂടി വെട്ടി നോക്ക്, അപ്പം ശരിയാവുകയാണെങ്കിൽ നല്ല പൂക്കളായിട്ട് മാറുമല്ലോ. അപ്പം അത് അങ്ങനെ കുറെ പ്ലാസ്റ്റിക് ഷിമ്മിക്കൂടുകൾ ഇവിടെ കിടന്ന് എല്ലായിടത്തും വെട്ടി ഞാൻ പൂക്കളാക്കി. മണിയമ്മയുടെ വീടിന്റെ വരാന്തയും സ്വീകരണ മുറിയുമെല്ലാം കരകൗശല വസ്തുക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണിപ്പോൾ. നല്ലൊരു കവിയത്രി കൂടിയായ മണിയമ്മ 400ഓളം കവിതകളും എഴുതിയിട്ടുണ്ട്. അവ സമാഹാരമായി പ്രസിദ്ധീകരിക്കാനുള്ള ഒരുക്കത്തിലാണിപ്പോൾ. റിപ്പോർട്ടർ, കൊച്ചി.